റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അന്ത്യനാൾ വന്നെത്തുമ്പോൾ അതിൻ്റെ വല്ല അടയാളങ്ങളുമുണ്ടോ നബിയെ? അതറിയാൻ വല്ല മാർഗങ്ങളുമുണ്ടോ? ഉണ്ട്. നഅം ഇബ്നു മസ്ഊദ്, വ ഇന്ന മിൻ അമാറാത്തിസ് സാഅതി വ അശ്റാതിഹാ. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ അതിൻ്റെ ചൂണ്ടുപലകകളിലുണ്ട് ഇബ്നു മസ്ഊദ്, അൻ യകൂനൽ വലദു ഗൈളൻ വൽ മതറു ഖൈളൻ وتواصل الأطباق وتقارب الأسواق والأزمان وكثرة القينات والمعازف. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യനോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടി പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇബ്നു മസ്ഊദ് അതിൻ്റെ അടയാളങ്ങളിലുണ്ട് അൻ യകൂനൽ വലദു ഗൈളൻ. ചെറിയ മക്കളൊക്കെ വലിയ ദേഷ്യക്കാരായി മാറുന്ന കാലം, കുട്ടികൾക്ക് വലിയ ദേഷ്യം വരാം. ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്കും ഒരു കുട്ടി തമാശയിൽ പോലും പറയുന്ന വാക്ക് ഐ വിൽ കിൽ യു, ഞാൻ നിങ്ങളെ കൊല്ലുന്നു. കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു വീട്ടിൽ, നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുകയാണ്, കുട്ടികൾ അറിയാതെ പറയാണത്. ചെറിയ 5 വയസ്സുള്ള മോള് പറയാണ്, തമാശ കളിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ റഫീഖ് സാഹിബ് എന്തോ കുട്ടിയെന്ന് കളിപ്പിച്ചപ്പോൾ കുട്ടി ഐ വിൽ കിൽ യു. സ്കൂളിൽ പോയിട്ടില്ല കുട്ടി, ഐ വിൽ കിൽ യു. ആ ഒരു ചിന്ത മക്കളിൽ ഇങ്ങനെ വളർന്നു വന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുത്താലും ഉമ്മയെ തള്ളിപ്പറയുന്ന മക്കളാണ്. വാപ്പ കുട്ടിക്ക് ചെറുപ്പത്തിലെ 5 വയസ്സിലെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഐപാഡുകളും ഐപോഡുകളും ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോണുകളും വലിയ വലിയ പ്രോഗ്രാമുകളുള്ള ഡിവൈസുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കൊച്ചുമക്കൾക്ക്. ആ വാപ്പയെ കൈപിടിച്ച് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന മക്കൾ, വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ. അയ്യകൂനൽ വലദു ഗൈളാ എന്നാണോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മക്കളൊക്കെ മാതാപിതാക്കളോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്നത്? ഉമ്മെന്ന് ചോദിച്ചാൽ ഉമ്മെന്ന് മിണ്ടാതിരിക്കേ എന്ന് തന്നെ 10 മാസത്തോളം സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്ന പൊന്നാര ഉമ്മയോട് വാപ്പ എന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ തുടങ്ങി വാപ്പാന്റെ വാല് എന്ന് പറയുന്ന മക്കൾ. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാണാൻ കൊതിയായി ആ കുഞ്ഞ് ജനിച്ചതിൽ സന്തോഷത്തിൽ ആ കുഞ്ഞിന് അഖീഖത്ത് അറുത്ത് കൊടുത്ത് ഭക്ഷണം വിതരണം ചെയ്ത് കുടുംബക്കാരോട് ഹാവുവിൻ്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ച് കൈപിടിച്ച് തോളിലും കൈകളിലുമായി രാപ്പകലുകളില്ലാതെ താരാട്ടുപാടി കൊണ്ടു നടന്ന ഉമ്മയോട് വാപ്പയോടൊക്കെ ഒരൽപ്പം പക്വതയും പ്രായം വരുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന മക്കൾ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന മിൻ അമാറാത്തിസ് സാഅതി വ അശ്റാതിഹാ. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇബ്നു മസ്ഊദ്. മക്കൾ വാപ്പമാരോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്ന കാലം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മതറു ഖൈളാ. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹു കൃഷി മുളപ്പിക്കുന്നില്ല. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഭൂമിയിൽ നിന്ന് ലഭ്യമാകേണ്ട വിളവെടുപ്പുകൾ വരാത്ത രീതിയിൽ അള്ളാഹു മഴയിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയുന്നതും അതിൻ്റെ അടയാളമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞു കൊടുത്ത വചനങ്ങളിൽ നമ്മൾ അത്ഭുതത്തോടെ കാണാൻ പോകുന്നത് വഅൻ തുവാസിലൽ തുബാഖ് തൊബക്ക് എന്ന് അറബിയിൽ പറഞ്ഞാൽ പ്ലേറ്റ് എന്നാണ്. പ്ലേറ്റുകൾ. തുവാസിൽ എന്ന് പറഞ്ഞാൽ വസിൽ, ബന്ധങ്ങൾ ഉണ്ടാവുക, കോണ്ടാക്റ്റുകൾ ഉണ്ടാവുക. മുവാസ്വലാത്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ, ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ മുവാസ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ടേഷൻ. ഇത്തിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? UAE മൊബൈൽ കമ്പനി ഉണ്ട് ഇത്തിസാലാത്ത്. എന്തിൻ്റെ അർത്ഥം? ടെലികമ്മ്യൂണിക്കേഷൻ. ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ന് ഇത്തിസാലാത്ത്. അത്തുബാഖ് എന്ന അറബിയിൽ ഇന്ന് പറയുന്ന വാക്കെന്ന തൊബക്ക്. അത്തുബാഖ് എന്ന് പറഞ്ഞാൽ ഡിഷ് ആന്റിനകൾക്ക് പറയുന്ന പേരാണ് തൊബക്ക്. തൊബക്ക് എന്ന് പറഞ്ഞാൽ ഡിഷ് എന്നാണ്. സാറ്റലൈറ്റ് ഡിഷുകൾക്ക് ഇന്ന് അറബിയിൽ പറയുന്ന മോഡേൺ അറബിയിലുള്ള വാക്ക് തൊബക്ക് എന്നാണ്. തുവാസുലൽ അത്തുബാഖ്. ഡിഷുകളും സാറ്റലൈറ്റുകളും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലം എന്നല്ലാതെ 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഈ വാക്കിന് മറ്റെന്തർത്ഥം കൊടുക്കും? തുവാസുലൽ അത്തുബാഖ്. മറ്റെന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഉലമാ മൗനം പാലിച്ചിട്ടുണ്ട്. ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ
മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ പറയുന്നത്. പ്ലേറ്റുകൾ തമ്മിൽ ബന്ധപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്ന് ആ പ്ലേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിഷുകൾ, സാറ്റലൈറ്റ് ഡിഷുകൾ. ലോകത്ത് സാറ്റലൈറ്റ് ഡിഷുകൾ പ്രത്യക്ഷപ്പെടുന്നതും ഏത് ചെറ്റക്കുടിലിൻ്റെ മുകളിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പുരയുടെ തലയിൽ പോലും നിൽക്കുന്നത് ഡിഷ് ആന്റിനകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ആവുകയും ലോകത്തുള്ള ഡിഷുകൾ മുഴുവനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ശബ്ദതരംഗങ്ങളും കാണാനുള്ള മനുഷ്യന്റെ കാഴ്ച നൽകുന്ന തരംഗങ്ങളും അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയിലെ അന്തരീക്ഷത്തിലും അല്ലാതെയും കടത്തിവിടുകയും അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ഡിഷുകളെയും കണക്ട് ചെയ്തിട്ട് മനുഷ്യൻ അത്യാധുനികമായി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങളിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് നുബുവത്തിൻ്റെയും വഹയിൻ്റെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു തുവാസുൽ അത്ബാഖ് വതതഖാറബൽ അസ്മാനു വൽ അസ്വാഖ്. തഖാറുബുൽ അസ്മാൻ, സമയം അടുത്തു വരുന്നത്, വൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തടുത്ത് വരുന്നത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇന്നത്തെ വിഷയത്തിലേക്കുള്ള ഒരു ആമുഖത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഹദീസിലൂടെ. തഖാറുബുൽ അസ്മാൻ, ഉലമാ അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം എന്തെന്നാൽ ദൂരങ്ങളിലുള്ള ദൂരപ്രദേശങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് തീർക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹു തആല യാത്രാ സംവിധാനങ്ങളെ മനുഷ്യന് എളുപ്പമാക്കി തരുന്നത് സമയം അടുത്തു വരുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സൂപ്പർസോണിക് വിമാനങ്ങൾ ഇരിക്കട്ടെ, മനുഷ്യൻ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ പോലും തഖാറുബുൽ അസ്മാൻ, സമയം വളരെ അടുത്തേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടില്ലേ. കുറഞ്ഞ സമയം. അന്നൊക്കെ മക്കയിൽ നിന്ന് ഷാമിലേക്ക് എത്തണമെങ്കിൽ 40 ദിവസം എടുക്കും. അവിടെയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. 40 ദിവസങ്ങൾ എടുത്തിരുന്ന ദൂരമാണ് പരിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മൈലുകൾക്കപ്പുറം, മിനിമം 3000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഇന്നത്തെ ഫലസ്തീനിലെ ജെറൂസലേമിലെ ഖുബ്ബത്തു സ്വഖറയിലേക്ക് അഷ്റഫുൽ ഖൽഖിനെ ബുറാക്കിന്റെ വാഹനത്തിന്റെ പുറത്ത് കൊണ്ടുപോയ യാത്രയെ സുബ്ഹാൻ എന്ന് അല്ലാഹു വിളിച്ചത് ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഉലമാ പറയുന്നത് 40 ദിവസം എടുക്കുന്ന യാത്രയാണത്. അതാണ് അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലെ ഒരൽപ്പസമയം കൊണ്ട് കൊണ്ടുപോയ അല്ലാഹു സുബ്ഹാന. അല്ലാഹു പരിശുദ്ധനാണല്ലോ. മനുഷ്യൻ അല്ലാഹു ഇന്ന് ചെയ്തു കൊടുത്ത യാത്രാ സംവിധാനങ്ങൾ, 40 ദിവസമെടുക്കുന്ന യാത്രകൾ നുബുവത്തിന്റെ വഹി ലഭിച്ച് മുഅ്ജിസത്ത് ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കൻഡുകളെ കൊണ്ട് കഴിച്ചു തീർത്തെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും അള്ളാഹുവിനെ മാത്രം അറിയുന്ന ലോകത്തേക്ക് ഹബീബിനെ കൊണ്ടുപോയ മെഹറാജ് അള്ളാഹു തആല രാത്രിയുടെ ഒരൽപ്പ സമയം കൊണ്ട് കഴിച്ചു കടന്നത് മുഅ്ജിസത്താണ്. അത് മനുഷ്യന്റെ യാത്രയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല, മനുഷ്യന്റെ യാത്രയുമായി ഉപമിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും 40 ദിവസം അന്നെടുത്തിരുന്ന യാത്ര ഇന്ന് സൗദി അറേബ്യയിലെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ജോർഡാനിലേക്ക് പറക്കുന്ന പൈലറ്റ്, അല്ലേ, വിമാനം പറത്തിക്കുന്ന പൈലറ്റ് ഫ്ലൈറ്റ് എത്തിക്കുന്നത് ഉദ്ദേശം 2.5 മണിക്കൂർ കൊണ്ടാണ്. 2.5 മണിക്കൂർ, 40 ദിവസം എടുത്തിയത് 2.5 മണിക്കൂർ, അല്ലേ. 2600-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ മംഗലാപുരവും ദുബൈയൊക്കെ. 2600 കിലോമീറ്ററുകൾ നമ്മുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് 3 മണിക്കൂർ 25 മിനിറ്റ്. സുബ്ഹാനല്ലാഹ്. തഖാറുബുൽ അസ്മാൻ, സമയങ്ങൾ അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പഠിപ്പിക്കുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ മുമ്പിലുള്ള സർവ്വ സംവിധാനങ്ങളെയും എല്ലാം ഒത്തുപിടിക്കുന്ന ഒരു വാക്കിലൂടെ ഉറപ്പിച്ചു കളഞ്ഞു. വൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂക്കുകൾ അടുത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കി റോഡിലുള്ള സൂക്കുകളായിരിക്കും അങ്ങാടികൾ, ജംഗ്ഷനുകൾ മുഴുവനും കടകൾ. അതതിൻ്റെ ഒരു അർത്ഥമാണ്, അല്ലേ. കാസർഗോഡ് നിന്ന് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെറുക്കളെത്തുമ്പോഴേക്ക് എത്ര ടൗണുകളായി, നഗരങ്ങൾ അങ്ങ് നീണ്ടു പോയിരിക്കുകയാണ്. ഇത് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ, സൂപ്പർ മാർക്കറ്റുകൾ കൂടുന്നത്, ഷോപ്പിംഗ് മാളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലുണ്ട്. അത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ?
വെബ്സൈറ്റുകളിലൂടെ നടക്കുന്ന കച്ചവടങ്ങൾ. തഖാറുബുൽ അസ്വാഖ്, ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വെബ്സൈറ്റുകൾ ലോഗ് ചെയ്താൽ 3 ലക്ഷത്തോളം സാധനങ്ങൾ വിൽക്കുന്ന അങ്ങാടികൾ ഇന്റർനെറ്റിലുണ്ട്. പൊരൻ്റെ ഉള്ളിലിരുന്നാൽ മതി. നെല്ലിക്കുന്നിലെ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അല്ലേ, ആഡ് ടു ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡിലൂടെ പേ ചെയ്ത് നാളെ രാവിലെ സാധനം വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുക. എവിടെയാണ് ഇപ്പോൾ അങ്ങാടി പോയത്? സ്വന്തം വീട്ടിൽ. ആമസോൺ ഷോപ്പിംഗ് ബുക്ക് ഷോപ്പുകളുണ്ട് അല്ലേ, എത്രയോ വലിയ വലിയ കമ്പനികൾക്ക് ഓൺലൈൻ ബിസിനസ്സുകളാണ്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ മനുഷ്യൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ലേ? ഇതിലും വലിയ അത്ഭുതമുണ്ടോ? തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക എന്ന ഈ വാക്ക് മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിലേക്കുള്ള സൂചനയാണെന്ന് ആധുനികരായ ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചനങ്ങൾ മുഅ്ജിസത്തുകളാണ്. ഓരോ കാലത്തും അതിനർത്ഥങ്ങളുണ്ട്. ലോകാവസാനം വരെ അതിൻ്റെ അർത്ഥങ്ങൾ അതത് കാലത്തെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഹബീബിൻ്റെ മുഅ്ജിസത്തും മനസ്സിലാക്കത്തക്ക രീതിയിൽ അള്ളാഹു അതത് കാലക്കാരായ ആലിമ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവരത് ലോകത്തിന് പറഞ്ഞു കൊടുക്കും, അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമല്ലേ തഖാറുബുൽ അസ്വാഖ്. ഇന്റർനെറ്റിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസ് ഇതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടം. സൂക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ സ്ക്രീനിൽ അങ്ങാടികളാണ്, സൂക്കുകളാണ്. വേണ്ടത് പർച്ചേസ് ചെയ്യാം. എത്ര ആളുകളുണ്ട് അങ്ങനെ? ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നവർ. സുബ്ഹാനല്ലാഹ്, തഖാറുബുൽ അസ്വാഖ്. ഡിഷുകൾ പരസ്പരം കോൺടാക്ട് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാലമാണത്. പാട്ടുപാടുന്ന പെൺകുട്ടികളും മ്യൂസിക് ഉപകരണങ്ങളും വർദ്ധിക്കുന്ന കാലം അതാണ്. ആ കാലം അന്ത്യനാൾ അടുത്തെത്തി എന്ന് വിളിച്ചറിയിക്കുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്ഹുറൽ ഖൈനാതു വൽ മആസിഫ് വതുശ്റബൽ ഖുമൂർ, മദ്യപാനം കൂടുന്ന കാലം, മദ്യപാനം കൂടുന്നത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ വർദ്ധിക്കുന്നത്. അത് സ്ക്രീനുകളിലുണ്ട്, മൊബൈൽ ഫോണുകളിലുണ്ട്, സ്റ്റേജുകളുണ്ട്, ലൈവ് ഷോകളുണ്ട്, റെക്കോർഡഡ് ഷോകളുണ്ട്, എല്ലാമുണ്ട്. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ ഫീ ഉംറിൻ തുഷ്തഹാ, ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായമെത്തിയാൽ ഓപ്പോസിറ്റ് ജെൻഡർ, പുരുഷൻ ഒരു പെണ്ണിലേക്ക് നോക്കുമ്പോൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കാരണമായ ഒരു പ്രായത്തിലേക്ക് ആ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റൽ ഹറാമല്ലേ? അവരെ കൊണ്ട് പാട്ട് പാടിക്കലും ഡാൻസ് ചെയ്യിപ്പിക്കലും ഹറാമല്ലേ? തക്സുറൽ ഖൈനാതു വൽ മആസിഫ്, ഇതൊക്കെ സ്കൂൾ കലോത്സവങ്ങളുടെ പേരിലോ കലാപരിപാടികളുടെ പേരിലോ പെൺകുട്ടികളുടെ വിളയാട്ടം ഉമ്മത്തിൽ വർദ്ധിക്കുന്നത് അള്ളാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന ഇദസ്സമാഉൻ ഷഖ്ഖത്, ആകാശം പൊട്ടിപ്പിളരുകയും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമിയിലെ അവസാനത്തെ ഭൂകമ്പം, എന്നേക്കുമായി ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്ന നിരന്തരമായ ഭൂകമ്പങ്ങൾ അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമല്ലേ ഹബീബി പറയുന്നത്? തക്സുറൽ ഖൈനാതു വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ അസ്ഫ് ചെയ്യുന്നത്. അസ്ഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉപകരണത്തിലെ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നതിന് അസ്ഫ് ബിൽ മുസീഖ അല്ലേ, മ്യൂസിക് ഉപയോഗിക്കാൻ. മആസിഫ്, വീണകളും ഗിറ്റാറുകളും അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ, മനുഷ്യന്റെ നിസ്സാരമായ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ പോലും ഒരു മ്യൂസിക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത കാലമായി പോയില്ലേ? പള്ളിയിലെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഓണായി പോകുന്ന മൊബൈലിൽ നിന്ന് മിമ്പറിൽ ഖുതുബയോദിക്കൊണ്ടിരിക്കുന്ന ഇമാം, അത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മഅ്മൂമീങ്ങളൊക്കെ ഡിസ്റ്റർബ് ആകത്തക്ക വിധത്തിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് പുറത്തു വരുന്ന റിംഗ് ടോൺ മ്യൂസിക് അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, അല്ലാഹു അല്ലേ, നീയല്ലേ എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ എഴുന്നേൽപ്പിച്ചത് എന്ന ഉറക്കത്തിൽ നിന്ന് അള്ളാന്റെ പേര് പറഞ്ഞ് എഴുന്നേൽക്കുന്ന നേരത്ത് നമ്മുടെ അലാം സെറ്റ് ചെയ്തിട്ടുള്ള മൊബൈലുകളിൽ നിന്ന് വരുന്നത് മ്യൂസിക്കുകളല്ലേ? അതൊക്കെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? തക്സുറൽ ഖൈനാതു വൽ മആസിഫ്, ഇങ്ങനെ മനുഷ്യന്റെ കൂടെ പിറപ്പായി മ്യൂസിക്കുകൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം ഹദീസുകൾ കേൾക്കുമ്പോൾ.
മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം. ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞൊരു നേതാവല്ല. ഇത് മിത്തുകളിലോ ലെജൻഡുകളിലോ ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ ഗുരു, അർ-റഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു കാരുണ്യമായി നൽകിയ പുണ്യ റസൂൽ, മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സിറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും തതായുറുസ് സുഹഫ്, മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകളാണ് 21-ാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ഡിഷുകളെയും പ്രതിപാദിക്കുന്നത് അതേ നാവുകൊണ്ട്. മുഅ്മിൻ എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത്, കുട്ടിക്കളിയല്ല മരണത്തിന് ശേഷം ഖബറിൽ അദാബ് എന്ന് പറഞ്ഞത്, തമാശയല്ല മഹ്ശറ എന്ന് പറയുന്നത്, തമാശയല്ല ഹിസാബും മീസാനും, തമാശയല്ല അല്ലാഹുവിന്റെ നരകവും സ്വർഗവും. അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വൽ ഹിസാബു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ എല്ലാം വൽ മീസാനു ഹഖ്ഖുൻ, ഇതെല്ലാം ഹഖാണെന്ന് ഈ ഹദീസുകൾ മനസ്സിലായിട്ടെങ്കിലും 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം എന്ന് മനസ്സിലാക്കട്ടെ. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ? കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പോലെ ഏതൊക്കെയോ ചില പ്രൊഫസീസ്, എന്തൊക്കെയോ റാൻഡം പ്രൊഫസീസ്, പ്രവചനങ്ങൾ പറഞ്ഞു പോയ നബിയാണെന്ന് മഅദല്ലാഹ് എന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, 21-ാം നൂറ്റാണ്ട് വരുന്നത് 1400 കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു 100 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിദായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകുന്ന വിവരമല്ലായിരുന്നുവെങ്കിൽ, ഇത് ലോകത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? വതുവാസിലൽ അത്ബാഖ് വതതഖാറബൽ അസ്മാൻ വൽ അസ്വാഖ് വതക്സുറൽ ഖൈനാത് വൽ മആസിഫ് വതുശ്റബൽ ഖുമൂർ. മദ്യപിക്കപ്പെടുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഇത്രയുള്ള വിഷയം. ഏതൊരു ശരീരമാണോ, ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത്, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത്, ഹറാമിൽ നിന്ന് തഗ്ദിയത്ത് ലഭിച്ചത്, ഏത് തടിക്കാണോ, ഏത് മാംസത്തിനാണോ, ആ മാംസം പോകാൻ കടപ്പെട്ടത് അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ. ആ മാംസം പോകാൻ കടപ്പെട്ടത് ഫന്നാർ, നരകമാണ്, കത്തിയാളുന്ന തീയാണ്. ആ തടിക്ക് പോകാൻ പറ്റുന്ന ഇടം അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആൽക്കഹോൾ 0.00 സംതിങ് ഉള്ള ബീർ കുടിക്കുന്ന മുസ്ലിമേ, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ്. ഇതല്ലേ ഫിഖ്ഹിന്റെ മസ്അല. ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്ത് വരുമോ, അത് കുറച്ചു കുടിക്കലും ഹറാമല്ലേ? മദ്യപിക്കാത്തവരെവിടെ കിട്ടുന്നു? മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ? ന്യൂ ഇയർ ആഘോഷം വരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ? വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പിള ഇറങ്ങുന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ നാമം ചൊല്ലി സവ്വജ്തുക വഅൻകഹതുക, അല്ലാഹു പറഞ്ഞ പോലെ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലാഹു പറഞ്ഞ പോലെ എൻ്റെ പൊന്നാര മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് ബിസ്മിയും സ്വലാത്തും ഹംദും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ്? കണ്ണ് കാണുന്നില്ലേ? ചെവി നിനക്ക് കേൾക്കുന്നില്ലേ? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ 2 കാലും, പിടിക്കാൻ 2 കൈകളും, കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്ന് പറയാ?
6 ഡൈമെൻഷൻ എന്നോ 10 ഡൈമെൻഷൻ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ, വഅലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, 2 ചുണ്ടും നാവും 2 കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ. അഫഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിന്തിക്കാനുള്ള ബ്രെയിന്, തലച്ചോറ്, ഇതെല്ലാം അല്ലാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നാളെ എൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത്. ഫഹസിബതും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെയൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് കഴിച്ച് ഭക്ഷണം കഴിച്ച് തിന്ന് മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ nothing going to happen, അല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അല്ലാഹു ഈ തലച്ചോറ് തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അല്ല കേട്ടോ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, തിരിച്ചു വരില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാൻ, തിരിച്ചു വരാനിരിക്കുകയാണ്. എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം, എൻ്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ്. 60 വയസ്സായൊരു മനുഷ്യനെ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു പോയി, എത്ര വയസ്സായി? 60 ആയിട്ടുണ്ട്. 60 വയസ്സായി. 60 അപ്പോ ഖദ് കുൻത തംശി ഇലാ അജലില്ലാഹി മിൻ 60 ആമൻ, 60 കൊല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നോ? 60 വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നോ? ആള് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 60 വയസ്സായ ആളെ കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ ആഖിലായ ആലിമും മഹാനായ മുസ്ലിഹും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദാഇയുമായിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 60 കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ. അത് കേട്ടപ്പോൾ ഇയാൾക്ക് പേടിയായി. എന്ത് പറഞ്ഞു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പേടിക്കുന്ന വല്ലതും വരുമ്പോഴങ്ങനെ പറയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് അങ്ങ് ചോദിച്ചു, അല്ല 60 വയസ്സായ മനുഷ്യ, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതദ്രി മഅനാ ഖൗലിക ഇന്നാ ലില്ലാഹ്, ഈ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അറിയും. അന ലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജിഉ, ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അതറിയില്ലേ? ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അതല്ല എൻ്റെ അർത്ഥം. ഇന്നാ ലില്ലാഹ്, വി ഓൾ ബിലോങ് ടു അല്ലാഹ്, ഇന്നാ ഇലൈഹി റാജിഊൻ, ആൻഡ് ടു ഹിം വി ഹാവ് ടു റിട്ടേൺ. അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹിൻ്റെ അടിമയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് അങ്ങ് ചോദിച്ചു, അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് ഈ അടിമ എന്ന് പറഞ്ഞാൽ? തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ. ഉടമസ്ഥൻ പറയും കളക്ക്, ചോദിക്കാൻ പാടില്ല, എന്തിനാ ഞാൻ ഈ കളക്കണത്, നീ കളത്തേക്കണം, നിൻ്റെ ജോലി അതാണ്, ചോദിക്കാൻ പാടില്ല. അതാണ് അബ്ദ്. അള്ളാഹിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല. യജമാനൻ പറഞ്ഞു, നീ പോയിട്ട് 4 കൊട്ട മണ്ണ് കൊണ്ടുപോവാ. എങ്ങോട്ടാ മുതലാളി 4 കൊട്ട മണ്ണ് കൊണ്ടുവരേണ്ടത്? ചോദിക്കാൻ പാടില്ല, നീ കൊണ്ടുവന്നാൽ മതി. നോ ക്വസ്റ്റ്യൻ, ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ? നമുക്ക് തിരിഞ്ഞു അല്ലേ? എന്തെങ്കിലും നോമ്പ് നോച്ചാൽ തടിക്ക് നല്ലത്, എന്നാൽ പിന്നെ നോമ്പായിക്കോട്ടെ. ആരോ പറഞ്ഞു യോഗയേക്കാളും നല്ല സുബഹിസ്കാരമല്ല, എന്നാൽ പിന്നെ നിസ്കാരം. ഇതൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടത്. ഇതൊക്കെ നിന്റെ കോപ്രായത്തരങ്ങളാ. ഇതൊന്നല്ല തഅബ്ബുദ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. എൻ്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു, സമഅൻ വ ത്വാഅ, പടച്ചവനെ നീ പറഞ്ഞു, ഞാൻ കേട്ടു റബ്ബേ, ഞാൻ നിസ്കരിക്കാൻ. നോമ്പ് നോൽക്കാൻ പറഞ്ഞു, തടിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലാതിരിക്കും, ഇതൊന്നും എനിക്ക് വിഷയം. എൻ്റെ റബ്ബനോട് പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫല്യസും, ഞാൻ നോൽക്കാൻ. അള്ളാഹ് പറഞ്ഞു സക്കാത്ത് കൊടുക്ക്, ഞാൻ കൊടുക്കാൻ. അള്ളാഹു പറഞ്ഞു ഹജ്ജ് ചെയ്യ്. എന്താണതൊക്കെ? എന്താണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ? തവാഫ് ചെയ്യാണ്, കഅബന്റെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യുക. ഹിന്ദുക്കൾ പറയും ഞങ്ങളത് കോപ്പിടിച്ചത്. നല്ലല്ല സഹോദര, നിങ്ങളതല്ല കോപ്പിടിച്ചത്. നിങ്ങളുടെ മതം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഹജ്ജ ആദമു 40 മറ, 40 പ്രാവശ്യം ഹജ്ജ് ചെയ്ത മഹാനായ ആദം നബി അലൈഹിസ്സലാം സയ്യിദുൽ ബഷർ, മനുഷ്യരുടെ പിതാവ്. അതൊക്കെ കഴിഞ്ഞിട്ടല്ല ഇപ്പം നിങ്ങളെ മതം ഉണ്ടായത്. അന്നേ ഹജ്ജ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് നിങ്ങൾ ഒപ്പിടിച്ചു എന്ന് പറ. ഇബാദത്ത് ചെയ്യേ. എന്തിനാ ഞാൻ ഈ കഅബന്റെ ചുറ്റും നടക്കണത്? കഅബ എൻ്റെ യസാറിൽ, എൻ്റെ ഇടത്ത്. ഞാൻ കഅബ എന്തിനാണ് 7? എന്തിനാണ് ഈ കറക്കം? അല്ലാഹ് പറഞ്ഞു ചെയ്യാൻ, ഞാൻ ചെയ്യാൻ അല്ലേ? ഇതാണ് തഅബ്ബുദ്, ഇതാണ് ഇബാദ, ഇതാണ് ഇബാദത്ത്.
സഫാ മറുവന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞു. ഉമ്മുനാ ഹാജർ റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ 7 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിനെന്താ പടച്ചോനെ, ഞാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചോദിക്കല്ലേ, ചോദിക്കാൻ പാടില്ല, നടന്നേക്കണം. അള്ളാന്റെ കൽപ്പനയാണ്, ഞാൻ നടക്കണം പടച്ചോനെ. അറഫയിലേക്ക് പോകണം, മുസ്ദലിഫയിലേക്ക് പോകണം, കല്ലെറിയണം. എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത്? അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം എറിഞ്ഞില്ലേ, ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ടോ? ചോദിക്കല്ലേ. കേട്ടു പടച്ചവനെ അനുസരിച്ചു അല്ലാഹ്. ഇതാണ് അബ്ദ്. അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാതവന്റെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല. എന്തേന്നറിയോ? നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞ് ചെയ്തേക്കാം, നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം, സക്കാത്ത് കൊടുക്കാൻ നല്ലതല്ല, ചാരിറ്റി പ്രവർത്തനം. ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല. എന്തിനാ ഞാൻ ചെയ്യുന്നത്? അള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ അല്ല. അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു. അല്ലേ, അത്ഭുതല്ലേ അത്? അത് നിനക്ക് തിരിഞ്ഞോ? എന്തിനാ വ്യഭിചരിക്കുന്നു പറഞ്ഞോ? അള്ളാഹ് പറഞ്ഞത് മോശമാണ്. മതി പടച്ചോനെ, മോശമാണ്. വ്യഭിചാരത്തിൽ മക്കളുണ്ടായിപ്പോവോ, ജാരസന്ധതികൾ ഉണ്ടാവും, അതൊക്കെ നീ ഉണ്ടാക്കിയ കാരണമാണ്. അള്ളാഹ് അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റൂല്ലേ എന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ്. ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു, ചിലത് പറഞ്ഞെന്നില്ല. മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറയണം നബിയെ. അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത്, വലിയവരെ നോക്കരുത്, പറഞ്ഞു കൊടുക്കണം. എന്തിന്? അള്ളാഹ് പറഞ്ഞു, ഞാൻ കണ്ണു ചിമ്മാണ്. മതി. അനലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജി'. ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ വ അന്നക ഇലൈഹി റാജി' ഫഅലം അന്നക മൗഖൂഫുൻ ബൈന യദൈഹി. അള്ളാന്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, നീയല്ലല്ലോ നിന്നെ പഠിച്ചത്, നിന്നെ പഠിച്ച നീയാണോ? അല്ല. നിന്റെ ഈ ചേലും കോലം ഹൈറ്റും വെയിറ്റും ഒക്കെ നീ ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹ്ക്ക് മെമ്മ കൊടുത്തിട്ട് പഠിച്ചോനെ എന്നെ ഈ കോലത്തിലാക്കിത്താ? നല്ലല്ല. ലായി ഹയാത്ത് ആയേ ഖസാ ലേ ചലി ചലേ അപ്നി ഖുശി സേ ആയേ ന അപ്നി ഖുശി ചലേ. ആരും വിളിച്ചപ്പോ വന്നതല്ല, അള്ളാന്റെ ഖലാ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ ഖലാ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത്, ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട്, അവനാണ് മാലിക്കുൽ മുൽക്കായ അല്ലാഹു ജല്ല ജലാലു. നിന്റെ മുഖത്തെ 2 കൊച്ചു കണ്ണുകളെ കൊണ്ട് അവനെ കാണാൻ കഴിയില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റില്ല. എന്തേന്നറിയോ? ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന, സയൻസ് പഠിക്കുന്ന മക്കൾ, എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം? ഭൂമിയെപ്പോലെ കോടാനുകോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എൻ്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ്. അതുകൊണ്ടല്ലേ മൂസ നബിയോട് ലൻ തറാനി, കാണാൻ പറ്റില്ല മൂസ നബിയെ, നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് എന്നെ കാണാൻ പറ്റില്ല. ആ റബ്ബ് മുറാഖിബ്, നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അന്നക മൗഖൂഫുൻ ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. നീ അല്ലാഹുവിന്റെ അടിമയാണ്, അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരുന്ന തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും. തിരിച്ചു പോകുമ്പോൾ എത്തണ്ടേ? അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്ന പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പ് പോയി നിൽക്കേണ്ടി വരും. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, വഇദാ അലിംത അന്നക മസ്ഊലുൻ ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ. അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ, അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, ആ ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ. നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ്, മറുപടി കണ്ടുവെച്ചോളൂ. ഇതങ്ങ് കേട്ടപ്പോൾ 60 വയസ്സുള്ള മനുഷ്യനങ്ങ് ചോദിച്ചു പോയി, ഫമൽ ഹീലതു യാ ഫുദൈൽ, ഫുദൈൽ എന്നവരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പമാർഗങ്ങളുണ്ടോ? രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? വയസ്സ് 60 പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ഇപ്പോഴാണ് ഇപ്പോൾ ഓർക്കുന്നത് മരിച്ചു പോവാനുണ്ടെന്നും.
ഹറാമിൻ്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത്, പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും, ഹറാമിൻ്റെ ലോൺ എടുത്തിട്ടും, പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടുവന്ന മക്കളും 60 വയസ്സായപ്പോഴാ തിരിയുന്നത്. പടച്ചോനെ, ഞാൻ ഇതിനൊക്കെ നിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. ഫഅലം അന്നക മസ്ഊലുൻ ഫഅദ്ദ ലിസ്സുആലി ജവാബാ, ചോദ്യത്തിന് മറുപടി കണ്ടുവച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഫമൽ ഹീലതു യാ ഫുളൈൽ, ഇനി രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? മാർഗമുണ്ട്. തുബ് ഇലല്ലാഹി ഫീമാ മളാ യഗ്ഫിർ ലകല്ലാഹു മാ മളാ വയുസ്ലിഹ് ലക മാ ബഖി. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ ഓർത്തെടുത്ത് അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു മടങ്ങിക്കോ, കരഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരുങ്ങിക്കോ, റെഡിയായിക്കോ. എങ്കിൽ കഴിഞ്ഞുപോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരികയും നിന്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അല്ലാഹു നന്നാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അല്ലാഹുവിനെ ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ട് എന്നല്ലാതെ അല്ലാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അല്ലാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല, അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിൻ്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത്. അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോൾ തരക്കേടില്ലല്ല എന്ന് തോന്നവും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇജാബും ബിൻ നഫ്സും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും, കലിമ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അസ്ഹാബുൽ ഖിബ്ലയോട് തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അല്ലാഹുവിന്റെ വേണ്ടി എടുത്തുകള, കൽബിനെ ശുദ്ധിയാക്ക്. ആർക്ക് വേണം അസൂയുള്ള ഹൃദയം? ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം? ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം? ആർക്ക് വേണം ചിരിക്കാത്ത, ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം? അല്ലാഹുക്ക് വേണ്ട, ഒഴിവാക്ക്. അല്ലാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ റൂഹിനെ അല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കൊണ്ടു ചെല്ലുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്തട്ടെ. ലോകം ഫസാദായിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلونهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം. പിന്നെ അതിനോട് ചേർന്ന് വന്ന സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ, അത് കഴിഞ്ഞാൽ താബിഈങ്ങളുടെ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ വന്നുപോയ കാലഘട്ടം. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിൻ്റെ ഇന്നലെയേക്കാളും മോശമാണ്. നമ്മുടെ ഇന്ന് നമ്മുടെ നാളെയേക്കാൾ നല്ലതാണ്, നമ്മുടെ നാളെ ഇന്നത്തേക്കാൾ മോശമാണ്. ഖിയാമത്ത് നാൾ വരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ യുസ്ബിഹു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ വയുസ്ബിഹു വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ വയുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല ഫിത്നയെ അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. തുഅറദുൽ ഫിതനു, ഫിത്നകൾ മനുഷ്യന്റെ മുമ്പിലേക്ക് ഓപ്പണായി വരും. തുഅറദുൽ ഫിതനു, ഫിത്ന പോയിട്ട് എവിടെ ഫിത്ന എന്ന് തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ ടിക്ക്, വാട്സപ്പ് മെസ്സേജ്, എന്താണ് യാ അല്ലാഹ് ക്ലിപ്പ്, മനുഷ്യന്മാരെ ഈബത്തിന് മീബത്തും അപ്പോൾ വന്നു അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈബത്തിൻ്റെ, ഒരു വ്യഭിചാരത്തിൻ്റെ, ഒരു തോന്നിവാസത്തിൻ്റെ, ഒരു മ്യൂസിക്കിൻ്റെ, കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പോൾക്കപ്പോൾ നമ്മുടെ മുമ്പിൽ. തുഅറദുൽ ഫിതൻ, ഫിത്നകൾ, യു ആർ എക്സ്പോസ്ഡ് ടു ഫിത്ന. അതിനർത്ഥതാണ് ഫിത്ന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്, നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ്. ഈ ഹദീസിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഫിത്ന എവിടെയാണെന്ന് ഓടിച്ചാടിച്ചെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മുമ്പിലേക്ക് വരും. തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബി ഊദൻ ഊദാ ഊദൻ ഊദാ. ഓരോരോ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നോരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്നകൾ വരും. ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളിൽ പ്രധാനിയുമായ ഷാദുലി ത്വരീഖത്തിന്റെ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസഫ് അവറുകൾ അമദ്ദല്ലാഹു ഫി ഐശിഹി ഫി ദുല്ലിഹി വ ഉംരിഹി
വലിയ മഹാനാണ്, കാലിഫോർണിയക്കാരനാണ്, പുതുമുസ്ലിമാണ്, 19-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്, ലോകത്ത് കിതാബോധി പഠിച്ച ആലിമാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങളെ സംബന്ധിച്ച് വലിയ ഡോക്യുമെന്ററി ഉണ്ടാക്കിയ മഹാനാണ്. ഫിഖ്ഹിന്റെ മാലിക്കി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന ആലിമ. വെറുതെ വന്ന ഒരു പുതുമുസ്ലിം അങ്ങനെയൊന്നുമല്ല ഷെയ്ഖ് ഹംസ യൂസുഫ് അവറുകൾ. ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ, ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസുഫിനെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി. അദ്ദേഹത്തിന്റെ സൈച്ചൂന സൈറ്റ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഷെയ്ഖ് ഹംസ യൂസുഫ്, ഒരുപാട് യൂസുഫുകളുണ്ട്. ഹംസ യൂസുഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, കേൾക്കണം. ഈ ഹദീസിന് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു. മനുഷ്യന് ഓരോരോ ഉഴുതുകളായി, ഉഴുത് എന്ന് പറഞ്ഞാൽ ശരിക്കും വടി എന്നർത്ഥം വരും. ഉഴുത് എയ്താൻ പ്ലൂറൽ ജംഅദാൻ. ഉഴുത് എന്ന് പറഞ്ഞാൽ പായ ഉണ്ടാക്കാൻ ആവശ്യമായതിന്റെ സ്പൈക്കുകൾ, അതിന്റെ സ്ട്രോസ്. ആ സ്ട്രോകൾ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്നകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും. ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന്, ഒരുപാട് അർത്ഥം കൊടുക്കാം. നമ്മുടെ ഖുദമാ മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ അതിന് കൊടുത്ത അർത്ഥം ഫിത്നകളും ഫസാദുകളും, യക്സുറുൽ ഹറജു വൽ മറജ്, കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ, TV, സാറ്റലൈറ്റ് TVകൾ നമ്മുടെ മുമ്പിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ട സാധനത്തിനും ഊദൻ ഊദ എന്ന പ്രയോഗമുണ്ട്. ഫ്രെയിമായി, ഒരു സ്ക്വയറായി, റെക്ടാംഗിളായി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഊദൻ ഊദ. ഒരു ഹൊറിസോണ്ടൽ, ഒരു വെർട്ടിക്കൽ, ഇങ്ങനെ 2 ഊദുകളായി നിൽക്കുന്ന നമ്മുടെ TV സെറ്റുകൾ. തുഅറദുൽ ഫിതൻ, നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്നകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറുണ്ടോ മുസ്ലിമേ? നമ്മൾ ആലോചിച്ച് നോക്കി. TV ഹറാമാണെന്ന് ഉസ്താദ്മാർക്കും പുറത്തോടുത്ത് പറഞ്ഞാൽ ഈ ഉസ്താദ്മാർക്കൊന്നും ലോകം തിരിയില്ലാന്ന്. ഇപ്പം ആർക്കപ്പം തിരിഞ്ഞത്? കുട്ടികളൊന്ന് ഒടിച്ചോടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി തുടങ്ങി അല്ലേ? ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ വാങ്ങണ്ട, അത്ര ഞാൻ പറയണത്. അത് ഹറാമാണെന്ന് ഫത്വ കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ, നിങ്ങളത് ഒഴിവാക്കിക്കോ, വിറ്റ് കളഞ്ഞേക്കി, ആഖിറ നഷ്ടപ്പെടുത്തണ്ട. ഫിതൻ, മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്നകൾ കൊണ്ടുവരാൻ. ഫിത്നകൾ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കാൻ. ഒറ്റ കാര്യം പറയട്ടെ, മഗ്രിബിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തഖ്വയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ? അറിയില്ലേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഫഅക്സിറൂ, നിങ്ങൾ ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണേ, വസൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും മഗ്രിബായി കഴിഞ്ഞാൽ ഓതണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് ആലോചിക്കണ്ടേ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടേണ്ട ഒരു സമയം മഗ്രിബിൻ്റെ ശേഷമുള്ള സമയം. മഗ്രിബ് നിസ്കാരം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ സ്വലാത്തുൽ അവ്വാബീൻ, രാത്രിയിൽ ഓതേണ്ട സൂറത്തു തബാറക, സൂറത്തുൽ വാഖിഅ, ഇതൊക്കെ ഓതിയിട്ട് മഗ്രിബായി കഴിഞ്ഞ എന്തോ ഒരു റാഹത്താണ്. മഗ്രിബിന് മുമ്പ് ചൊല്ലണ്ടേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ പള്ളികളിലൊക്കെ ദർസുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. كلمتان خفيفتان على اللسان ثقيلتان على الميزان حبيبتان إلى الرحمن. കാരുണ്യവാനായ അല്ലാഹുവിന് ഇത്രമേൽ ഇഷ്ടമുള്ള വാക്കുകളില്ല കേട്ടോ. നാവുകളിൽ പറയാൻ ഇത്രമേൽ എളുപ്പമുള്ള വാക്കുകളുമില്ല. നാളെ തുലാസിൽ അല്ലാഹു കനം തൂക്കുമ്പോൾ ഇത്രത്തോളം ഭാരമുള്ള വാക്കുകളുമില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. വേറെ റിവായത്തുകളിൽ വന്നതനുസരിച്ച് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് ചൊല്ലിയിട്ട് മഗ്രിബിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഖബ്ലിയായ 2 റക്അത്ത്, മുഅക്കദല്ലെങ്കിലും ഒരു സുന്നത്ത്, മഗ്രിബ് നിസ്കാരം, അതിന്റെ ശേഷമുള്ള ബഅദിയായ സുന്നത്തുകൾ, പിന്നെ ഔറാദുകൾ, ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം. എന്താ നമ്മുടെ ടിവിക്കാര് കാണിച്ചു തരുന്നത്? എന്താ കാണിച്ചിരുന്നത്? മഗ്രിബാകുമ്പോൾ, രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഗ്രിബ്. ഖബറിലേക്ക് പോയി കടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം. അള്ളാഹുവിന്റെ രാത്രി മനുഷ്യനൊരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ
ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവർക്കും വേണം ഭക്തി. എവിടെ? മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഖുർആൻ ഓതേണ്ട നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മായിമാരെങ്ങനെ പറ്റിക്കാൻ പറ്റിയാന്ന് പെണ്ണിനെ പഠിപ്പിക്കുന്നത്. അതൊക്കെ അതിന്റെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ. അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ. എങ്ങനെ നമ്മളോട് ഭക്തിയിലും തഖ്വയിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്ത് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വചനങ്ങൾ നമ്മുടെ പൊരന്റെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ മുഅ്മിനീങ്ങളുടെ ചെവികളിലേക്ക് ശിർക്കിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ TV സംസ്കാരമല്ലേ. അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മഗ്രിബിന്റെ നേരത്തെ. ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് പച്ചയായ ശിർക്കിന്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതോ ആയ മിത്തോളജി, മിത്തുകൾ, ലെജൻഡുകൾ, അതിൻ്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനകളും അതിൻ്റെ വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? ഷിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന പണിയിലേക്ക് പോകൂലേ നമ്മുടെ മക്കൾ? ഈ നേരത്ത് മുസ്ലിമേ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും നാളെ ഖബറിന്റെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓദിക്കോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതോദന്റെ നേരത്താണ് പെങ്ങളെ, ഇതോദന്റെ നേരത്താണ് സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കുന്നത് മഗ്രിബിന്റെ നേരത്ത്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് TV-യിലൂടെ അല്ലാതെ നമ്മുടെ ചാനലുകളിലൂടെ അല്ലാതെ വേറെയുണ്ടോ? മുസ്ലിമേ, മദ്രസകൾ നമ്മളെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മദ്രസകൾ ഉണ്ടാകാം. എന്ത് പഠിച്ചിട്ടെന്താ? ഈ കുട്ടി മഫ്ത ധരിച്ച് അച്ചടക്കമുള്ള വേഷം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ദ ധരിച്ചു വരുന്ന പെൺമക്കളും മദ്രസ വിട്ടുപോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കയ്യിലെ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനലുകൾ മാറ്റി മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? എന്താണ് ഈ മക്കൾ പിന്നെ പഠിക്കുക? മദ്രസയിലെ 1 മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? മദ്രസയിലെ 1.5 മണിക്കൂർ കൊണ്ട് മക്കള് സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കൾ നന്നാവുക? ഈ ഫിത്നയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മുഅ്മിനേ, നീ എത്ര വലിയ 60 100 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ. എന്ത് വാങ്ങിച്ചിട്ടെന്താ? നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ അല്ലേ? തുഅറദുൽ ഫിതൻ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്നകൾ വരുന്ന കാലമുണ്ട്. ഇരുട്ടുള്ള രാത്രിയിലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ